മംഗളഗീതം. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. വിശ്വചൈതന്യം വിളക്കു തെളിച്ചു, വിണ്ണിൽ പ്രഭ പരന്നു. വിണ്ണിൽ പ്രഭ പരന്നു. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. നമസ്കാരം. പ്രതിഭാ ഹൃദയവാണിയുടെ ഒരു പുതിയ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1196 ധനുമാസം 12-ാം തീയതി 2020 ഡിസംബർ 27 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേരുന്നു. ശരിയാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് ഭീരുത്വം. കൺഫ്യൂഷ്യസിന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കാം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജു കാഞ്ഞങ്ങാട്. അന്തരിച്ച കവയിത്രി സുഗതകുമാരി ടീച്ചർക്ക് പ്രതിഭാ ഹൃദയവാണിയുടെ പ്രണാമം. ഇന്നത്തെ ചോദ്യം: സുഗതകുമാരി ടീച്ചർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? സുഗതകുമാരി ടീച്ചർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പ്രക്ഷേപണത്തിന്റെ അവസാനം കേൾക്കാം. പരിപാടികളിൽ ആദ്യം ഒരു ഭക്തിഗാനം കേൾക്കാം. മാലോകരൊക്കെയും വാഴ്ത്തിപ്പാടുന്നൊരി മലയാറ്റിൽ വാഴും ശ്രീ മുത്തപ്പ എന്നു തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നത് ശ്രീ പ്രശാന്ത് തിരുവല്ല.
പാടുന്നൊരാ മലയാറ്റിൽ വാഴും ശ്രീമുത്തപ്പ അകതാരിലെന്നും വിളങ്ങണേ നിൻമുഖം ഓങ്കാരമൂർത്തിയാം ശ്രീമുത്തപ്പ മാലോകരൊക്കെയും വാഴ്ത്തിപ്പാടുന്നൊരാ മലയാറ്റിൽ വാഴും ശ്രീമുത്തപ്പ അകതാരിലെന്നും വിളങ്ങണേ നിൻമുഖം ഓങ്കാരമൂർത്തിയാം ശ്രീമുത്തപ്പ ശ്രീ പരമേശ്വര സ്വാമി തൻ മുന്നിൽ നാവുഹോമിച്ചൊരാ ശ്രീമുത്തപ്പ ശ്രീ പരമേശ്വര സ്വാമി തൻ മുന്നിൽ നാവുഹോമിച്ചൊരാ ശ്രീമുത്തപ്പ ദുഃഖങ്ങൾ മാറണം ദുരിതങ്ങൾ മാറണം കാത്തുരക്ഷിക്കണം അടിയങ്ങളെ ദുഃഖങ്ങൾ മാറണം ദുരിതങ്ങൾ മാറണം കാത്തുരക്ഷിക്കണം അടിയങ്ങളെ മാലോകരൊക്കെയും വാഴ്ത്തിപ്പാടുന്നൊരാ മലയാറ്റിൽ വാഴും ശ്രീമുത്തപ്പ അകതാരിലെന്നും വിളങ്ങണേ നിൻമുഖം ഓങ്കാരമൂർത്തിയാം ശ്രീമുത്തപ്പ മന്ത്രതന്ത്രാദികൾ ഒക്കെ പഠിച്ചു സർവരിൽ രോഗസൗഖ്യമേകി മന്ത്രതന്ത്രാദികൾ ഒക്കെ പഠിച്ചു സർവരിൽ രോഗസൗഖ്യമേകി മനസാ വാചാ ചെയ്യുന്ന തെറ്റുകൾ കോപിച്ചിടാതെ പൊറുത്തിടേണേ മനസാ വാചാ ചെയ്യുന്ന തെറ്റുകൾ കോപിച്ചിടാതെ പൊറുത്തിടേണേ മാലോകരൊക്കെയും വാഴ്ത്തിപ്പാടുന്നൊരാ മലയാറ്റിൽ വാഴും ശ്രീമുത്തപ്പ അകതാരിലെന്നും വിളങ്ങണേ നിൻമുഖം ഓങ്കാരമൂർത്തിയാം ശ്രീമുത്തപ്പ നിങ്ങൾ കേട്ടത് ഭക്തിഗാനം. ആലപിച്ചത് ശ്രീ പ്രശാന്ത് തിരുവല്ല. മിഴികൾ തിരയും നന്മകൾ മൊഴിയായി പകരും പക്ഷി പോൽ ഇരവിലും പകലിലും സ്വരമായി പൊഴിയാൻ പ്രതിഭാ ഹൃദയവാണി പുലരി മഴതൻ ഈണമായി തഴുകിയൊഴുകും തെന്നലായി കനവിലും നിലവിലും കണിയായി പ്രതിഭാ ഹൃദയവാണി. അറിയുമ്പോൾ മധുരം, കേൾക്കുമ്പോൾ അതിമധുരം. വിനോദവും വിജ്ഞാനവും നിങ്ങളുടെ കാതുകളിൽ. പ്രതിഭാ ഹൃദയവാണിയിലൂടെ മാറുന്ന കാലത്തിനൊപ്പം മാറ്റത്തിന്റെ ശബ്ദമായി പ്രതിഭാ ഹൃദയവാണി. പ്രതിഭാ ഹൃദയവാണി. ഇവിടെ അമ്പാടി തന്നൊരു കോണിലരിയ മൺ കുടിലിൽ ഞാൻ മേവും ഒരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല. മായാത്ത തുലാവർഷപ്പച്ച. അന്തരിച്ച കവയത്രി സുഗതകുമാരി ടീച്ചർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രതിഭാ ഹൃദയവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. രചന ശ്രീ മനോജ് എസ് പട്ടാഴി. ആഖ്യാനം ശ്രീ മനോജ് എസ് പട്ടാഴി.
ഡോക്ടർ ബീന കൃഷ്ണൻ. കാവ്യാലാപനം കുമാരി സജന തിരുവമ്പാടി, കുമാരി ശ്രീലക്ഷ്മി പി ചേർത്തല, ശ്രീമതി ഷാൻഡി വിനോദ് കണ്ണൂർ, ശ്രീമതി അംബിക കാക്കനാട്. മായാത്ത തുലാവർഷപ്പച്ച. കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇവൾ കടലോളം കണ്ണീർ കുടിച്ചവൾ, ചിങ്ങവെയിലൊളി പോലെ ചിരിപ്പവൾ, ഉള്ളിൽ കൊടും തീയാളിയിടും ധരിത്രിയെപ്പോലെ തണുത്തിരുണ്ടവൾ. ഇവൾ ദൈവത്തിനു മുകളിൽ സ്നേഹത്തെ ഇരുത്തി പൂജിപ്പോൾ, ഇവൾ കാലത്തിൻ്റെ കരങ്ങളിൽ മാത്രം സമാശ്വസിപ്പവൾ. അതെ, ആ കാവ്യദേവത ഇന്ന് ഓർമ്മയായി. ഒരു പൂവിലൊതുങ്ങുന്ന പുഞ്ചിരിയും കടലിലും കൊള്ളാത്ത കണ്ണീരുമായി ഉണർന്നിരുന്ന് നമ്മൾ കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്ത അണയാത്ത ആ കാവ്യബിംബം തന്റെ വഴിയിലെ തണലിനോടും പൂക്കളോടും നന്ദി ചൊല്ലി കാലമാകുന്ന സമുദ്രത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. രാത്രി മഴ മന്ദമീ ആശുപത്രിക്കുള്ളിൽ ഒരു നീണ്ട തേങ്ങലായൊഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരി ശ്യാമയാം ഇരവിന്റെ ഖിന്നയാം പുത്രി. അക്ഷരങ്ങളിലൂടെ പ്രകൃതിയുടെ നിലവിളികളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച മലയാള കാവ്യദീപമായിരുന്നു സുഗതകുമാരി ടീച്ചർ. പ്രശസ്ത കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ശ്രീ ബോധേശ്വരന്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന ശ്രീമതി കാർത്തിയാനി അമ്മയുടെയും മകളായി 1934 ഡിസംബർ 22 തിരുവനന്തപുരത്ത് സുഗതകുമാരി ജനിച്ചു. തിന്മകൾക്കും ചൂഷണത്തിനുമെതിരായുള്ള ആയുധമായി കവിതയെ ഉപയോഗിക്കാമെന്ന് കാലത്തിന് തെളിയിച്ചു കൊടുത്തു സുഗതകുമാരി ടീച്ചർ. എണ്ണിയാലൊടുങ്ങാത്ത വേദികളിൽ കവിത ചൊല്ലിയും വഴിതെറ്റി ഓടുന്ന സാമൂഹ്യ ജീവിതക്രമത്തിന് നേർവഴി കാണിച്ചും മലയാള മണ്ണിൽ പുണ്യനിലാവായി അവർ വിളങ്ങി നിന്നു. 1960 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മുത്തുച്ചിപ്പിയാണ് സുഗതകുമാരിയുടെ ആദ്യത്തെ കവിതാ സമാഹാരം. തുടർന്ന് പാതിരാപ്പൂക്കൾ, പാവം മാനവഹൃദയം, പ്രണാമം, അമ്പലമണി, രാത്രിമഴ, ഇരുൾ ചിറകുകൾ, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധ എവിടെ, ദേവദാസി, മണലെടുത്ത്, അഭിസാരിക, സുഗതകുമാരിയുടെ കവിതകൾ, പൂവഴി മറുവഴി, മേഘം വന്നു തോറ്റപ്പോൾ, കാടിനു കാവൽ തുടങ്ങി ധാരാളം കൃതികൾ മലയാള സാഹിത്യ ലോകത്തേക്ക് ആ തൂലികയിൽ നിന്നും പിറന്നു വീണു. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തണുത്ത വണ്ടിപ്പാളത്തിൻ മടിയിൽ പുലർവേളയിൽ ഞരക്കം, നായയോ വണ്ടി തട്ടിച്ചാകാൻ കിടക്കയോ, കുനിഞ്ഞു നോക്കവേ കുഞ്ഞു മുഖമൊന്നു മിഴിഞ്ഞ കണ്ണിണയിൽ കണ്ണുനീർ, കൈകൾ പൊക്കുന്നു ദീനദീനമായി, എടുപ്പാനോ കരം നീട്ടി നീ വിളിക്കുന്നു തങ്കമേ, നിനക്കു പേടിയില്ലെന്നോ പിശാചുക്കളെ ഞങ്ങളെ. കേരളത്തിൻ്റെ പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ട ത്യാഗപൂർണമായ ജീവിതമായിരുന്നു ടീച്ചറുടേത്. കുന്തിപ്പുഴയ്ക്കു കുറുകെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് സൈലന്റ് വാലി സംരക്ഷണ യജ്ഞത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ടീച്ചറുടെ ആ വിഷയത്തെ ആസ്പദമാക്കിയുള്ള മഴ വീണുകൊണ്ടിരിക്കുന്നു വൈകിപ്പോയി എന്ന ലേഖനം ശ്രദ്ധേയമായിരുന്നു. സൈലന്റ് വനത്തെ, പമ്പാ തീരഭൂമിയെ നമുക്ക് വേണ്ടി കാത്തുസൂക്ഷിച്ചു തന്ന ആ അമ്മയുടെ സ്വാസ്ഥ്യം കെടുത്തിയിരുന്നത് ചൂഷണം ചെയ്യപ്പെടുന്ന മണ്ണും പെണ്ണുമായിരുന്നു. അഭയഗ്രാമവും പരിചരണാലയവും അത്താണിയും സ്ഥാപിച്ച് നിരാലംബർക്ക് അമ്മ തണലായി നിലകൊണ്ടു. തിരുവനന്തപുരം ബാലഭവന്റെ പ്രിൻസിപ്പളായും കേരള സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസികയായ തളിരിൻ്റെ ചീഫ് എഡിറ്ററായും സുഗതകുമാരി ടീച്ചർ
സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയ്ക്ക് ടീച്ചർ നടത്തിയ സേവനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പേടിപ്പു ഞാൻ ചിറകിനുള്ളിൽ ഒളിച്ചു കാക്കുമെന്നാതിരക്കുരുന്നിതൊരു മാത്ര തനിച്ചു നിൽക്കിൽ ചൂടുള്ള ഘോര നഖങ്ങൾ കൊതിപ്പുറാഞ്ചുമോടാനുമില്ല തടയാനും ഇവൾക്കു ശേഷി. മുക്കൂട്ടുപാതയിൽ അലഞ്ഞു നടന്നിരുന്നോളുച്ചക്കിരിപ്പവൾ കിറുക്കിയൊരുത്തി കണ്ടേൻ. ഇപ്പോൾ നിറഞ്ഞ വയറോടെ ഇരിപ്പു കണ്ടേൻ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും ആശ്വാസത്തിൻ്റെ കരുതൽ സ്നേഹമായും നിരാലംബർക്ക് ആലംബമായും തൻ്റെ ജീവിതയാത്രയെ അടയാളപ്പെടുത്തിയ സുഗതകുമാരി ടീച്ചറിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1986 ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, 2006 പത്മശ്രീ പുരസ്കാരം, 2013 സരസ്വതി സമ്മാനം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. സുഗതകുമാരി ടീച്ചർ രചിച്ച കൃഷ്ണ കവിതകൾ മലയാള സാഹിത്യത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായി അവർ ജനമനസ്സുകളിൽ നേടിയിട്ടുള്ള ചിരപ്രതിഷ്ഠയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അംഗീകാരം. പ്രണയവിഷാദങ്ങൾ, നിലാവു പരത്തിയ വാഗ്മയങ്ങൾ നമുക്ക് സമ്മാനിച്ച് ചന്ദനം മണക്കുന്ന മാറിൽ മഹാസങ്കടങ്ങളുടെ ഭാരം ഇറക്കിവെച്ച് ആർദ്രമേതോ കുഴൽവിളിക്കു പിന്നാലെ ഇരുട്ടിൽ തിളങ്ങിയ ആ മയിൽപ്പീലി പാട്ടുമൂളി നടന്നു പോയിരിക്കുന്നു. ഇനിപ്പും പുളിപ്പും ചവർപ്പും കലർന്ന ജീവിതത്തിൻ്റെ കടൽ സ്വന്തം ഉണ്മയുടെ കടകോൽ കൊണ്ട് കടഞ്ഞ വിശുദ്ധ ചേതസ് കാലത്തിന്റെ വിളക്കായി, കർമ്മത്തിന്റെ കരുത്തായി മലയാളത്തോടൊപ്പം സഞ്ചരിക്കും. ഒപ്പം എണ്ണിയാലൊടുങ്ങാത്ത സ്ത്രീ ഹൃദയങ്ങളിലും. ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ചുറ്റിലും രോദനമില്ലാതെ നിൻ മടിത്തട്ടിലല്ലാതെ നിൻ പൊന്നു കയ്യാലെ ഒരിറ്റു ജലം നുകരാതെ നിൻ കണ്ണിലെൻ ദൃഷ്ടി ചേർക്കാതെ ഹാ യാത്ര ചോദിക്കാതെ നിൻ കണ്ണിലെൻ ദൃഷ്ടി ചേർക്കാതെ ഹാ യാത്ര ചോദിക്കാതെ ഒറ്റയ്ക്കു വീണു മരിക്കാൻ. നിങ്ങൾ കേട്ടത് അന്തരിച്ച കവയത്രി സുഗതകുമാരി ടീച്ചർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രതിഭാ ഹൃദയവാണി അവതരിപ്പിച്ച പ്രത്യേക പരിപാടി. തയ്യാറാക്കിയത് ശ്രീ മനോജ് എസ് പട്ടാഴി. തെച്ചു നീ തന്നാലുമീ തിരുവാതിരവോ താമ്പുല പ്രിയയല്ലോ. മഞ്ഞിനാൾ ചൂളിയിടിലും മധുരം ചിരിക്കുന്നു, മന്നിടം നിറച്ചുഴും നമുക്കും ചിരിക്കുക. പരിപാടികളിൽ അടുത്തതായി പുത്തനുണർവിന്റെ പൂത്തിരുവാതിര ലഘുപ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീമതി രമണി സുരേഷ് പാലക്കാട്. ജീവിതം മധുമാസം 30 കൊല്ലം മുമ്പോ നീയുമീ മന്ദസ്മിത മുഗ്ധയായി പൊന്നാതിര മാതിരിയിരുന്നപ്പോൾ. പുത്തനുണർവിൻ്റെ പൂത്തിരുവാതിര. സ്ത്രീ പ്രധാനമായ ഉത്സവമാണ് തിരുവാതിര. ധനുമാസത്തിലെ പൗർണമിയും തിരുവാതിര നക്ഷത്രവും കൂടി വരുന്ന ദിവസം സുമംഗലിമാരും സൗമംഗല്യം കാത്തിരിക്കുന്നവരും സന്താന ഭാഗ്യമുള്ളവരും ഇല്ലാത്തവരുമായ യുവതികളും അമ്മമാരും നിറഞ്ഞ ഭക്തിയോടെ കൊണ്ടാടുന്ന തിരുവാതിരയ്ക്ക് പല ഐതിഹ്യങ്ങളും ഉണ്ടെങ്കിലും ശിവപാർവതി പ്രണയ സാഫല്യത്തിന് പാർവതി പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ചത് തിരുവാതിര നാളിലാണത്രേ. കൂടാതെ ശിവന്റെ തിരുനാൾ ധനു തിരുവാതിരയാണെന്നും പറയപ്പെടുന്നു.
ഇതുകൂടാതെ കണ്ണന്റെ സൗന്ദര്യത്തിലും സൗശീല്യത്തിലും ആകൃഷ്ടരായ യുവതീരത്നങ്ങൾ അദ്ദേഹത്തെ ഭർത്താവായി ലഭിക്കാൻ കാർത്യായനി ദേവിയെ വ്രതമെടുത്ത് പൂജ ചെയ്ത് പ്രസാദിപ്പിച്ചു എന്നും സംപ്രീതയായ ദേവി ദ്വാപരയുഗത്തിൽ ഗോപികമാരായി പിറക്കുവാൻ അനുഗ്രഹിച്ചു എന്നും കഥ. അതും ധനുത്തിരുവാതിര നാളിൽ തന്നെ. തിരുവാതിരയ്ക്ക് മുമ്പുള്ള പ്രഥമ മുതൽ സ്ത്രീകൾ 7:30 വെളുപ്പിന് എഴുന്നേറ്റ് പുഴയിലോ കുളത്തിലോ പോയി നീന്തി തുടിച്ച് കുളിക്കുന്നു. കാതിനിമ്പമേറുന്ന ഭക്തി പ്രണയരസങ്ങൾ തുളുമ്പുന്ന പാട്ടുകളാണ് കുളിക്കുമ്പോൾ പാടുന്നത്. കുളി കഴിഞ്ഞ് ഈറനോടെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞാണ് വീട്ടിലേക്ക് മടങ്ങുക. തിരുവാതിര നാളിൽ കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് വീട്ടിലെത്തി അരി ഇതര ആഹാരങ്ങൾ കഴിക്കുന്നു. ഇളനീർ, പഴം, കൂവരക്, എട്ടങ്ങാടി അഥവാ തിരുവാതിര പുഴുക്ക്, ഗോതമ്പ് റവ വിഭവങ്ങൾ ഇവയെല്ലാമാണ് സാധാരണയായി കഴിക്കുക. ചേമ്പ്, ചേന, കാച്ചിൽ, നനക്കിഴങ്ങ്, കൂവ, വാഴക്കായ, ഇടിച്ചക്ക, മുതിര അല്ലെങ്കിൽ വൻപയർ ഒക്കെയാണ് പുഴുക്കിനുപയോഗിക്കുന്നത്. ദേശഭേദങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. ചാണകമെഴുകിയ മുറ്റത്ത് അയൽപക്കങ്ങളിലെ സ്ത്രീകൾ ഒന്നിച്ചുകൂടി വലിയ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ രാത്രി പുലരുവോളം തിരുവാതിരപ്പാട്ടുകൾ പാടി ചുവടുവെച്ച് കളിക്കുന്നു. 101 വെറ്റില മുറുക്കുന്നതും ആദ്യമേ ശേഖരിച്ച് പാലുള്ള വൃക്ഷച്ചുവട്ടിൽ സൂക്ഷിച്ചു വെച്ച പാതിരാപ്പൂ ചൂടുന്നതും ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങുകളാണ്. ഭർത്താക്കന്മാരെയും ഇതിൽ പങ്കാളികളാക്കാറുണ്ട്. നവവധൂവരന്മാരെ സംബന്ധിച്ച് പൂത്തിരുവാതിര എന്നാണിതിന് പറയുക. ചിലയിടങ്ങളിൽ പുരുഷന്മാർ സ്രാവ് മീൻ കൂട്ടി ഉച്ചയൂണ് കഴിക്കുന്ന പതിവുണ്ട്. അമ്മമാർ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മകയിരവും നോൽക്കാറുണ്ട്. പിറ്റേന്ന് കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനവും കഴിഞ്ഞാണ് അരി ആഹാരം കഴിക്കുന്നത്. ഭക്തി ശൃംഗാര പ്രധാനങ്ങളായ പാട്ടുകളാണ് തിരുവാതിരപ്പാട്ടുകൾ. കൃഷ്ണൻ, ശിവൻ, ദേവി ഇവരെ പ്രകീർത്തിക്കുന്ന ഭാമിനിമാരുടെ വിരഹം തുളുമ്പുന്ന ഗാനങ്ങൾ, അയ്യപ്പജനനം, നളചരിതത്തിലെ പദങ്ങൾ ഇവ പ്രധാനങ്ങളാണ്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി ചടുലത കൈക്കൊള്ളുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. കുമ്മിയിലാണ് സാധാരണയായി ഇത്തരം പാട്ടുകൾ അവസാനിക്കുക. കേരളീയ വസ്ത്രമായ മുണ്ടും നേരിയതും അണിഞ്ഞ് ദശപുഷ്പവും തുളസിക്കതിരും ചൂടിയാണ് കളി. കറുക, ചെറുള, കൃഷ്ണക്രാന്തി അഥവാ വിഷ്ണുക്രാന്തി, പൂവാങ്കുരുനില, തിരുതാളി, കയ്യോന്നി, മുക്കുറ്റി, നിലപ്പന, ഉഴിഞ്ഞ അഥവാ ഇന്ദ്രവല്ലി, മുയൽച്ചെവിയൻ അഥവാ മുച്ചെവിയൻ എന്നിവയാണ് ദശപുഷ്പം. ഊഞ്ഞാലാടുന്നതും പ്രധാന ചടങ്ങാണ്. ഇതിന് ഊഞ്ഞാൽപ്പാട്ടുകളുമുണ്ട്. ആകെ കൂടി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിരും ഉന്മേഷവും പകരുന്നു തിരുവാതിര. വടക്കൻ കേരളത്തിൽ ഏകദേശം ഇതിന് സമാനമായി മീനമാസത്തിലെ പൂരം കൊണ്ടാടുന്നു. ആകെ കൂടി ധനുമാസം ആഘോഷങ്ങളുടെ, സംഗീതത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, കുളിരിൻ്റെ കാലമാണ്. ക്രിസ്തുമസും പുതുവർഷവും ഇതിന് മാറ്റുകൂട്ടുന്നു. നിങ്ങൾ കേട്ടത് പുത്തനുണർവിന്റെ പൂത്തിരുവാതിര ലഘുപ്രഭാഷണം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീമതി രമണി സുരേഷ്, പാലക്കാട്. പ്രിയ ശ്രോതാക്കളെ, പ്രതിഭാഹൃദയവാണി അവതരിപ്പിക്കുന്ന പരിപാടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഭാഹൃദയവാണിയുടെ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശമായോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 7025913371. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 7025 91 33 71. ഇമെയിൽ ഐ ഡി പ്രതിഭാഹൃദയവാണി2020@gmail.com. പ്രതിഭാഹൃദയവാണി2020@gmail.com. പരിപാടികളിൽ അടുത്തതായി ഗാനവീഥി, സംഗീത സംബന്ധിയായ ചോദ്യോത്തര പരിപാടി. അവതരിപ്പിക്കുന്നത് ശ്രീ മുത്തു CA. പ്രതിഭാഹൃദയവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ മുത്തു CA. ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യത്തിന് ശരി ഉത്തരം അയച്ച ശ്രോതാക്കൾ ആരൊക്കെയെന്ന് നോക്കാം. ഞാൻ ബിനു സൈമൺ ആണ്. കരുണാമയനീ കാവൽ വിളക്കി കനിവിൻ നാളമേ, കരുണാമയനീ കാവൽ വിളക്കി
കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. നമസ്കാരം, ഞാൻ ഇലന്തൂർ വേണുഗോപാൽ. കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ നാളമേ, കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. ഞാൻ ലൈല അൻവർ, ആലുവയിൽ നിന്ന്. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. എൻ്റെ പേര് വിഷ്ണു സുരേഷ് ആണ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. ഞാൻ സുനീഷ്, കണ്ണൂർ. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. ഞാൻ ചിന്നമ്മ പെറ്റി, കോട്ടയം. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെന്നും അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. എൻ്റെ പേര് രജിത്ത്, കോഴിക്കോട്. കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. ഇത് ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ, ആലാപനം മെയിൽ വേർഷൻ ഡോക്ടർ KJ യേശുദാസ്, ഫീമെയിൽ വേർഷൻ KS ചിത്ര. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഞാനിപ്പോൾ പാടുന്ന അനുപല്ലവിയുടെ പല്ലവി ഏതെന്ന് കണ്ടെത്തി പ്രതിഭാ ഹൃദയവാണിയുടെ വാട്സാപ്പ് നമ്പറായ 7025913371 നമ്പറിലേക്ക് കൂടി 7025913371 ഈ നമ്പറിലേക്ക് ശബ്ദ സന്ദേശമായി അയയ്ക്കുക. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം, ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം, ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ. എവിടെ നിൻ പല്ലവി, എവിടെ നിന്നൂപുരം ഒന്നു ചേരാ. ശബ്ദ സന്ദേശം അയക്കുമ്പോൾ പരമാവധി നിശബ്ദത ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരുടെയും മറുപടികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. മുത്തു CA. നിങ്ങൾ കേട്ടത് ഗാനവീഥി, സംഗീത സംബന്ധിയായ ചോദ്യോത്തര പരിപാടി. അവതരിപ്പിച്ചത് ശ്രീ മുത്തു CA. ഇനി ഒരു ശ്രോതാവിന്റെ പ്രതികരണത്തിലേക്ക്. പ്രപഞ്ച വീണയിൽ പ്രതിഭയുണർന്നു
എന്ന മനോഹരമായ മംഗളഗീതത്തോടെ തുടങ്ങുന്ന പ്രതിഭാഹൃദയവാണി. ഞാൻ പ്രതിഭാഹൃദയവാണിയുടെ സ്ഥിരം പ്രേക്ഷക ജിജി സുമം, തൃശൂർ കുന്നംകുളം സബ് ജില്ലയിലെ LAGHS ചൂണ്ടൽ സ്കൂൾ അധ്യാപിക. ആകാംക്ഷ ജനിപ്പിക്കുന്ന ഇന്നത്തെ ചോദ്യത്തിലൂടെ കടന്ന് മഹത് വചനം നൽകി പ്രതിഭാഹൃദയവാണി മനസ്സിലിടം നേടുന്നു. ഡിസംബർ 19 ശനിയാഴ്ച അഞ്ജുവിന്റെ രാഗാമൃതം നുകർന്നും മുഹമ്മദ് അഷ്കർ എന്ന മൊഞ്ചുള്ള കുട്ടിപ്രതിഭ അവതരിപ്പിച്ച തൽപ്പത്തരു എന്ന കഥാകഥനത്തിൽ ലയിച്ചും തൂലിക എന്ന പരിപാടിയിൽ ഹരിതയുടെ സ്വന്തം രചനയിൽ പിറന്ന വിദ്യാലയം എന്ന കവിതയുടെ തനിമയിൽ ആകർഷിക്കപ്പെട്ടും ഞാൻ എത്തിച്ചേർന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജയകുമാർ അവതരിപ്പിച്ച വീട്ടുവിശേഷത്തിലായിരുന്നു. ഈ പരിപാടികളിൽ വെച്ച് എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു വീട്ടുവിശേഷം. അതിന്റെ സ്ക്രിപ്റ്റ് മനോഹരം, അമ്പിളി ജയകുമാറിന്റെ സംഭാഷണം സരസം. അഭിനന്ദനങ്ങൾ. മറിയപ്പള്ളി N ഗോപകുമാറിന്റെ അനൗൺസ്മെന്റും സന്തോഷ് കണ്ണാടിപ്പറമ്പിന്റെ എഡിറ്റിംഗും പരിപാടിക്ക് അടുക്കും ചിട്ടയും നൽകി. തുടർന്നു വരുന്ന ക്രിസ്മസ് സ്പെഷ്യൽ പ്രതിഭാഹൃദയവാണിക്ക് കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. ഇനി ഒരു ലളിതഗാനം കേൾക്കാം. മാനത്തു കവിതകൾ നിറമാല ചാർത്തുന്ന എന്ന് തുടങ്ങുന്ന ഗാനം. രചന ശ്രീ സുരേഷ് കുമാർ കൃഷ്ണലീല. സംഗീതം നൽകി ആലപിക്കുന്നത് ശ്രീ നിസാർ തൊടുപുഴ. മാനത്തു കവിതകൾ നിറമാല ചാർത്തുന്ന ധനുമാസക്കുളിറാവുകളിൽ, മാനത്തു കവിതകൾ നിറമാല ചാർത്തുന്ന ധനുമാസക്കുളിറാവുകളിൽ ഏതോ ഒരാതിരപ്പാട്ടിൻ്റെ ശീലന്റെ അന്തരംഗത്തെ തൊട്ടുണർത്തി, അന്തരംഗത്തെ തൊട്ടുണർത്തി. മാനത്തു കവിതകൾ നിറമാല ചാർത്തുന്ന ധനുമാസക്കുളിറാവുകളിൽ മഞ്ഞിൻ കോടി ഉടുത്തൊരു സുന്ദരി അർദ്ധനാരീശ്വര കഥകൾ പാടി. മഞ്ഞിൻ കോടി ഉടുത്തൊരു സുന്ദരി അർദ്ധനാരീശ്വര കഥകൾ പാടി. പരിമളം വീശുന്ന നല്ലിളം കാറ്റൊത്ത് കൈരളിലയലാസ്യ നടനമാടി. പരിമളം വീശുന്ന നല്ലിളം കാറ്റൊത്ത് കൈരളിലയലാസ്യ നടനമാടി. കൈരളിലയലാസ്യ നടനമാടി. മാനത്തു കവിതകൾ നിറമാല ചാർത്തുന്ന ധനുമാസക്കുളിറാവുകളിൽ തൊടിയിലെ തേന്മാവിൻ കൊമ്പിലെ ഊഞ്ഞാലിൽ ആടിയൻ സങ്കൽപ്പ കാമനകൾ. തൊടിയിലെ തേന്മാവിൻ കൊമ്പിലെ ഊഞ്ഞാലിൽ ആടിയൻ സങ്കൽപ്പ കാമനകൾ. അതിലിന്നൊരായിരം നെയ്ത്തിരി നാളങ്ങൾ നിൻ കാന്തി നേടുവാൻ വ്രതമെടുത്തു. അതിലിന്നൊരായിരം നെയ്ത്തിരി നാളങ്ങൾ നിൻ കാന്തി നേടുവാൻ വ്രതമെടുത്തു സഖി. നൽത്തിരുവാതിര
വ്രതമെടുത്തു. മാനത്തു കവിതകൾ നിറമാല ചാർത്തുന്ന ധനുമാസക്കുളിറാവുകളിൽ ഏതോ ഒരാതിരപ്പാട്ടിൻ്റെ ശീലന്റെ അന്തരംഗത്തെ തൊട്ടുണർത്തി. അന്തരംഗത്തെ തൊട്ടുണർത്തി. മാനത്തു കവിതകൾ നിറമാല ചാർത്തുന്ന ധനുമാസക്കുളിറാവുകളിൽ. നിങ്ങൾ കേട്ടത് ലളിതഗാനം. രചന ശ്രീ സുരേഷ് കുമാർ കൃഷ്ണലിംഗ. സംഗീതം നൽകി ആലപിച്ചത് ശ്രീ നിസാർ തൊടുപുഴ. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്തരിച്ച കവയത്രി സുഗതകുമാരി ടീച്ചർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം അമ്പലമണി. ഉത്തരം അമ്പലമണി. ഇതോടുകൂടി ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. സാങ്കേതിക സഹായം ശബ്ദമിശ്രണം ശ്രീ സജീവ് ബാലരാമപുരം. ചിത്രസംയോജനം ശ്രീ മുഹമ്മദ് ആഷിഖ് കക്കോട്. നിർവഹണം ശ്രീ മറയപ്പള്ളി എൻ ഗോപകുമാർ. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജു കാഞ്ഞങ്ങാട്. പ്രതിഭാഹൃദയവാണിയുടെ മറ്റൊരു പ്രക്ഷേപണത്തിനായി നമുക്ക് കാതോർക്കാം. എല്ലാവർക്കും നമസ്കാരം. പ്രതിഭ ഹൃദയവാണി, കാഴ്ച പരിമിതരുടെ ഓൺലൈൻ റേഡിയോ. ഹൃദയതാളത്തിനൊപ്പം കാതോർത്ത്. പ്രതിഭ ഹൃദയവാണി.